Children, let us bow down our head in gratitude. Let us pray before we proceed to your classes. Father God, we thank you for this time. Thank you for this day. Thank you for this blessed Sunday school. Thank you for bringing all our children together as we sing together, as we pray, as we worship. Pray that the kids be able to instill Christ as cornerstone in their lives. I pray that you bless them and help them understand your word. Father, in Jesus' name we pray. Amen. Amen. എടാ what does this mean? എന്തുവാ ഈ കോർണർസ്റ്റോൺ? എടാ ജീസസ് ഇങ്ങനെ സ്റ്റോൺ ആകുന്നത്? എടാ മോനെ, എൻ്റെ പപ്പ പറഞ്ഞു യേശുപ്പച്ചൻ നമ്മുടെ മൂലക്കല്ലാണ്. I don't know. Come, let's go ask Sarah Aunty. Sarah Aunty, എന്തുവാ മൂലക്കല്ല്? How can Jesus be our cornerstone? ഓഹോ, നല്ല ക്വസ്റ്റ്യൻ മോളെ. What was our lesson today? Okay, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ശരിക്കും നടന്ന ഒരു കഥ പറഞ്ഞു തരാം, കേട്ടോ? അതിനുവേണ്ടി നമുക്കൊരു 50 years പുറകോട്ട് പോവാം. പണ്ട് long time back, there was a rich man, Mr. Chakochan, and his wife Mariamma. One fine Sunday morning after church, there was a sheikh coming to their house. Kids, ഒരു ഷേക്കിനെ വീട്ടിൽ വരാൻ എത്ര ധനവാനായിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്തോ? But because of this, Mariamma was so restless. അച്ചായ, അദ്ദേഹം 9 മണിയാകുമ്പം വരുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോ സമയം 11 മണിയായി. ഇന്നെങ്ങാനും വരുവോ? എടി, പുള്ളി വലിയൊരു ഷെയ്ക്കല്ലേ. ഏതായാലും ഒരു വലിയ ബിസിനസ് ഡീലാണല്ലോ. കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. സാറേ ചാക്കോ സാറേ, ഒരു ബെൻസ് കാറ് വന്നു. കണ്ടിട്ട് ഒരു ഷേക്കാന്ന് തോന്നുന്നു. എടി, ആ ഷെയ്ഖ് മൻസൂർ വന്നു കേട്ടോ. ഓ ദൈവമേ, അല്പം ലേറ്റ് ആയാലും പുള്ളി എത്തിയല്ലോ. Salam alaikum Chako. How are you, my friend Yaki? സലാം ഷെയ്ഖ്, സലാം. How have you been? How is your family? How are your kids? സെയിൻ അർബാബ്, സെയിൻ. കുല്ലു തമാം. സബ് ठीक है അർബാബ്. All good. Come Arbab, come inside. Thank you for coming. Please sit down. So Sheikh, let us start discussing our plan. There is nothing to discuss, Chaco. I trust you completely with this business. But one thing I need to know, if our business will be your first priority. Because if you let anything else come first, our partnership won't work out, okay? No issues. My priority is always been making my business activities as successful as they can be. And I'll make sure our business partnership is my first priority. That's great to hear, Yaki Chaco. Brother, take this check as an advance. I promise you, many such checks will come if you stick to growing our business, okay? എടി, ചാക്കോച്ചായൻ വല്ലതും തരുമോ? എനിക്ക് അച്ചായനോട് എപ്പോഴും സഹായത്തിന് ചോദിക്കുന്നത് തന്നെ ഒരു മടിയാടി. അച്ചായൻ എന്തേലും വിചാരിക്കുമോ? അച്ചായ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരനല്ലേ. അവർ പണയതര വീട്ടുകാരാ, എന്തെങ്കിലും തരുമായിരിക്കും. ചാക്കോച്ചായ,
ഒന്ന് സഹായിക്കണേ ചാക്കോച്ചായ. ജോലി ഒന്നും കിട്ടുന്നില്ല ചായ. കഴിക്കാനുള്ളത് പോലുമില്ല. കുറച്ച് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതെങ്കിലും തന്നിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിഞ്ഞു പോകാനുള്ളതായിരുന്നു അച്ചായ. സഹായിക്കണേ അച്ചായ, ഞങ്ങളെ കൈവിടല്ലേ. എടാ ലാസറേ, നിന്നോട് ഒരു വട്ടം കൂടെ ഞാൻ പറയുക, നീ വീടിന്റെ പടിക്ക് കാലുകുത്തിയ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. നീ കാരണം ഞാൻ നാണം കെട്ടുപോയി. നോക്കിക്കോ, ഈ കാരണം കൊണ്ട് ഈ ഷേഖുമായിട്ടുള്ള ഡീല് വല്ലതും നഷ്ടപ്പെട്ടാൽ ഞാൻ അന്നേരം കാണിച്ചു തരാം ഈ ചാക്കോച്ചൻ ആരാണെന്ന്. അച്ചായ, ക്ഷമിക്കണം അച്ചായ. എന്തെങ്കിലും ഒന്ന് തന്നാ മതി, ഞാനിവിടുന്ന് പൊയ്ക്കോളാം. എന്റെ കൈവിടല്ലേ അച്ചായ. സാരമില്ല അച്ചായ, വാ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ദൈവമുണ്ട് നമ്മളെ സഹായിക്കാൻ. മക്കളെ കണ്ടോ, ആ ധനവാനായ ചാക്കോച്ചാൻ പാവമായ ലാസറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു. പക്ഷേ God was faithful to Lazarus. ഒരു 20 years later, both families. Hey, broker Kuriacha. Praise the Lord. Nice to see you. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടില്? പ്രൈസ് ലോർഡ് അമ്മാമ്മേ. ഇവിടെ എന്തോ വിശേഷമൊക്കെ അമ്മാമ്മയ്ക്കല്ലേ ഉള്ളത്. അമ്മാമ്മയെ കിട്ടാൻ പോലും ഇല്ലല്ലോ ഇവിടെ ഇങ്ങടുത്തും. കുരിയ, അതെ, എന്തായാലും ഒത്തിരി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നാട്ടിൽ വന്നിട്ട് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അവിടുത്തെ പാസ്റ്ററുടെ വീട്, പിന്നെ മറ്റ് ദേവദാസന്മാരുടെ വീട്, പിന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ നാട്ടുകാർ, അങ്ങനെ ഒരുമാതിരി യാത്രകൾ മാത്രമേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട്. അച്ചായ, എനിക്ക് മനസ്സിലായി, അച്ചായൻ ഫുൾ ബിസിയാന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും എല്ലാവരും വന്ന സ്ഥിതിക്ക് ഇത് കയ്യോടങ്ങ് തീർത്തേക്കാം നമുക്ക്. അച്ചായ, പിന്നെ ലീലാമ്മ ചേച്ചി പറഞ്ഞതുപോലെ നല്ല ഫ്ലാറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമാണിത്. ആ, ഇത് കുഴപ്പമില്ല. കൊച്ചിയിൽ ഇതിലും വലിയ സ്ഥലം കിട്ടിയേനെ. എന്നാലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ? We'll make it work, അല്ലേ അച്ചായ? കുരിയ, നമ്മൾ പറഞ്ഞതുപോലെ ആണല്ലോ, 2 ഏക്കർ എയർപോർട്ടിൻ്റെ അടുത്ത്. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ അച്ചായ, അച്ചായൻ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയുടെ കണ്ണായ പൊന്നായ സ്ഥലത്താണ് ഇത് എടുത്തേക്കുന്നത്. 2 ഏക്കർ എയർപോർട്ടിന് സമീപം, റിവർ സൈഡ്. അച്ചായൻ്റെ കുടുംബത്തിന് പറ്റിയ ഒരു സ്ഥലമാണ്. വന്ന് കണ്ടവർക്കൊക്കെയും ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിത് അച്ചായൻ്റെ പേരിൽ തന്നെ കാണണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഡാഡി ഡാഡി ഡാഡി, എൻ്റെ പൊന്നു പപ്പ, ഒന്ന് നോക്കൂ പപ്പ. ആ മോനെ ജോന, എന്തുവാടാ നിനക്ക് വേണ്ടേ? ഡാഡി, നമുക്കൊരു വലിയ സ്വിമ്മിംഗ് പൂൾ, ഒരു വലിയ ബാസ്കറ്റ്ബോൾ കോർട്ട്, ആൻഡ് ഐ ഓൾസോ നീഡ് എ സ്പൈഡർമാൻ തീംഡ് ബെഡ്റൂം. മറക്കല്ലേ? പിന്നെ എനിക്കുണ്ട് ഇവിടെ ആവശ്യങ്ങൾ കേട്ടോ. എനിക്കൊന്ന് എൻജോയ് ചെയ്യണം. For that, I better have a home theater, പിന്നെ ഒരു ചെറിയൊരു സ്പാ റൂം, you know, with a jacuzzi. ഓ, ഇനി എന്തെങ്കിലും വേണോ? So basically അച്ചായ, ഇറ്റലിന്ന് സെറാമിക്സ് വേണം, പിന്നെ സ്വിസ് ഫർണിച്ചർ, പിന്നെ ടർക്കിന്ന് നമുക്ക് കിച്ചൺ വെയർ വേണം. ഇതിനെല്ലാം കൂടെ ഒരു യൂറോപ്പ് ട്രിപ്പ് ഡെഫിനറ്റ്ലി വേണം കേട്ടോ. എൻ്റെ പൊന്നെ, കേട്ടു, ഇതെല്ലാം ചെയ്യാം. എനിക്കെൻ്റെ ഭാര്യയും മക്കളും മതി. എന്നാലും ഒരു പുതിയ ബെൻസ് കാറ് വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഈ സ്ഥലം അങ്ങ് ഫിക്സ് ചെയ്യാം അല്ലേ കുരിയ? ആ അച്ചായ, അച്ചായൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ചെയ്തേക്കാം. ഇന്ന് തന്നെ ഞാൻ പേപ്പർ വർക്കിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാം. പിന്നെ അച്ചായ, വേറൊരു കാര്യം കൂടി, എനിക്കൊരു ആർക്കിടെക്ചർ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അച്ചായൻ മനസ്സ് വിചാരിച്ചാൽ ഈ കുര്യൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തിത്തരാം. ആ പിന്നെ അച്ചായോ, അമ്മാമോ അറിഞ്ഞായിരുന്നോ? ആ പുണ്യതാഴത്തെ വീട്ടുകാരുടെ കീർത്താമസമാണിന്ന്. വലിയ പ്രാർത്ഥനയൊക്കെ ആണെന്നാണ് കേട്ടത്. എടി, ആ ലാസറിന്റെ മക്കളാണെന്ന് തോന്നുന്നു. ലാസറോ? അതാരാ? അപ്പൻ്റെ കാലത്തെ അപ്പന് വലിയ ശല്യമായിരുന്നടി. ഒരു തീവ്ര വിശ്വാസിയൊക്കെയാണ്. എന്തൊക്കെയായാലും അങ്ങേര് വെറും പാപ്പരായിരുന്നു. നമ്മുടെ അപ്പൻ്റെ വാതിൽക്കൽ കിടന്നവനാ. ഇപ്പോൾ വലിയ വീടൊക്കെ ആയി. എന്തായാലും ഒന്ന് പോയി നോക്കാം.
എടി ഐ തിങ്ക് നമ്മൾ ലേറ്റായി. പരിപാടി ഫിനിഷ് ആയെന്ന് തോന്നുന്നു. നമുക്കിനി പോകണോ? ഓ അച്ചായ, ഇത്രയും കയറ്റം കയറിയിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണവും കിതപ്പും. നമുക്കേ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാം. ഹാ, ഹലോ, പ്രൈസ് ലോർഡ്. ജോണച്ചായ, നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ആ, ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വരാൻ ട്രൈ ചെയ്യാറുണ്ട്. ബൈ ദ വേ, കൺഗ്രാറ്റ്സ് ഓൺ ദ ന്യൂ ഹൗസ്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. ഞങ്ങൾ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചും ചിന്തിച്ചും പണിത ഒരു വീട് അച്ചായ. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഹി ഡിഡ് എവറിത്തിങ് പെർഫെക്റ്റ്ലി. ഓ വാട്ട് എ കോയിൻസിഡൻസ്. ഞങ്ങളും ഒരു വീട് പണിയാൻ തുടങ്ങുമായിരുന്നു. അതെ അതെ, നമ്മളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 1.5 വീടായിരിക്കും. പിന്നെ നല്ല പച്ചിപ്പുള്ളതും നല്ല താഴ്ന്ന സ്ഥലമാണിത്. ഇതുപോലെ വലിയ ഹൈറ്റുള്ള സ്ഥലമൊന്നും അല്ല. അതെ ബ്രോക്കറെ, ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അത്. ഞങ്ങളുടെ വീട് ഒരു നല്ല ഉയരവും ഉറപ്പുമുള്ള ഒരു പാറമേലായിരിക്കണമെന്ന്. യെസ്, ബിക്കോസ് ഓഫ് ഇറ്റ് വി കുഡന്റ് ബിൽഡ് എ ഹ്യൂജ് ഹൗസ്, ബട്ട് വി ഹാവ് എവറിത്തിങ് വി നീഡ്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഒരു നല്ല വലിയ ഹാളും ഒരു ഗസ്റ്റ് റൂമും ഉണ്ട് ടു കീപ് കോട്ടേജ് മീറ്റിംഗ്സ് ഇൻ ബിറ്റ്വീൻ. ആ, അത് നല്ല സൈമൺ ചായ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാണേ. അയ്യോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് പോയാൽ മതി അമ്മാമേ. ഓ അതൊന്നും വേണ്ട. ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. അതൊന്നും സാരമില്ല. വാ ജോണച്ചായ, നമുക്ക് ഇറങ്ങാം. Children, ഇതുവരെ കഥ മനസ്സിലായല്ലോ? ഓക്കെ, now fast forward to the year 2023. അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ജോലി ചെയ്യാൻ തുടങ്ങി. ചാക്കോച്ചാന്റെ കൊച്ചുമക്കൾ ജേക്ക് ആൻഡ് ജോന were in big shipping and real estate businesses. While Lazarus' grandchildren went to church on Sunday mornings, Chakochande grandchildren went to cafes. Sirs, here's your caramel macchiato, and you, sir, here's your Spanish matcha lemonade. My days, bro. This is so bad. Man, I swear the ones back in Palm Jumeirah taste far better than these beauty cafes here, genuinely, bro. It's pissing me off. Hey, I get you, man. Trust, I'll find you a better place. Back in Australia, bro, the cafes, my days. Chef's kiss. You gotta try the macchiato there. It's absolutely better than these cafes. I texted you to book a ticket to Sydney for this summer. My bad, bro. Sorry I couldn't read your text. Been really busy nowadays. I've been really stressed, bro. You wanna hit? I got you, bro. Trust. Hey, cheers, man. Touch wood. Anyway, man, talk to me about money. I can't lie, man. You gotta see how much I made. I made 200 grand last. Just off a deal yesterday, man. 200 grand? Bro. Nale, എനിക്കൊരു client meetup ഉണ്ട്. Listen to the commission, bro. The commission alone is $2 million USD. Take that into heart. Be that, bro. Bro, who's that, bro? Who are you texting? Hey, man, relax. It's no one. Just this dude from church asking me if I'm going to the prayer tonight. പിന്നെ പ്രാർത്ഥനയോ? മാർക്കെന്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തെ? But genuinely, bro, don't people understand that we're too busy? We're too busy for these prayer things, bro. ഞാൻ ആരാന്ന് ഇവന്മാർക്കൊക്കെ അറിയുമോ? ഒരു ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്നതാണ് ഞാൻ. It's not really easy, bro. True, man. ഇവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പച്ചന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ, by the way, did you hear about the fight between your dad and my mom? Our siblings are, but they turned so bitter when it comes to the fight over Appachan's property. Trust me, man, I'll be making all of that mine. Right, bro, we'll see about that. Yeah, man, but I don't know why they always have to argue and ruin everyone's mood. Why can't they just be chill like us? Look at us, bro. We take a cig, we smoke, we chill. They should be more like us, bro.
Yeah, man. This is some good stuff, by the way. But still, Satyam Barnya, if I'm being honest, despite all this success and money and cars that I have, I feel kind of lonely and empty, man. It's like I'm missing something. Exactly, bruh. The same with me as well. It's like I'm missing something in my life despite having everything. I just don't understand why. All this money, nothing's giving that sort of happiness anymore. This as well, this doesn't give me the pleasure it used to, bruh. Oh, wait. Look, man. Isn't that Ben and Sarah? എടാ അതെ നീ പറഞ്ഞ ശരിയാ. എടാ കയ്യിലുള്ള സാധനം ഒന്നെടുത്ത് കളയുന്നത് നല്ലതായിരിക്കുവേ. ഒരു ഭയങ്കര ദൈവമക്കളാ. 10-20 വർഷമായിട്ട് ആ കുടുംബത്തെ നമുക്ക് നല്ലതായിട്ട് അറിയാം. എടുത്ത് കളയുന്നത് നല്ലതായിരിക്കും. ശരിയാ. കളഞ്ഞോ. Man, how do they seem to be so happy and jolly all the time? എനിക്കറിയാം ഇത് മണി കാരണമല്ലെന്ന്. Because I make in a day what they make in a month. I mean, അങ്ങോട്ട് നോക്കിയേ. Wait, who's that other dude with them? പുള്ളിക്കാരനെ കണ്ടിട്ട് വലിയ കാശുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും വന്നതല്ലേ, ഒന്ന് പോയി ഹായ് പറഞ്ഞിട്ട് വരാം. Hi Ben, hi Sarah, how are you guys? Long time no see, praise the Lord. Hi, praise the Lord, Jonah and Jake. We've been good, man. We just got done with our morning service and we've just brought a pastor here with us for lunch. Oh, that's great. Oh, you know how we cousin bros are. We just meet to discuss the business details, the usual. And ningalku ariyalo, I've been really busy as usual. You know, client meetings, business deals. How are you guys doing? All good by God's grace. He's giving us everything we need and leading us gracefully. That's great, but I gotta ask you guys both, how are you guys so happy and grateful all the time? I mean, no disrespect, but I gotta ask it though. It's not like you both earn as much as we do. So tell me, how do you guys do it? There is only one thing that my dad and my Lazarus Abacha taught me, to always have Christ as our cornerstone. Wait. How does that make any sense? ഞാൻ കുഞ്ഞു പ്രായം മുതലേ പപ്പയുടെ മമ്മിയുടെയും കൂടെ ചർച്ചിൽ പോയിട്ടുണ്ട്. And I've always given generously to all Christian causes. You know, church planting, mission support and all that. Pinne, I've even gone on month-long mission trips to Bali and Switzerland. എൻ്റെ മോനെ, ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും മോൻ്റെ ഹൃദയത്തിൽ വചനം വസിക്കുന്നില്ല. കാരണം വചനമാണ് നമ്മളെ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുന്നത്. പിന്നെ മോനെ, പല കാര്യങ്ങളും ചെയ്യാറുണ്ടെങ്കിലും ആത്മാവിൻ്റെ വല്ല ആലോചനയും നിയോഗവും ലഭിക്കാറുണ്ടോ? മക്കൾക്കറിയോ, റോമാലേഖനം 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് സമാധാനം ലഭിക്കും. അതുകൊണ്ട് മോനെ, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് സമാധാനം നേടുവാൻ കഴിയുള്ളൂ. എൻ്റെ പൊന്നു പാസ്റ്ററെ, ദൈവത്തിൻ്റെ മറ്റു കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തോട് വരണ്ട. ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് എൻ്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെയാണ്. ഇനി താനീ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തോട് വന്നാൽ ഞാൻ അത് വാങ്ങത്തില്ല കേട്ടോ പാസ്റ്ററെ. അതെ മോനെ, എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നു പറയുന്നത് കേൾക്ക്. മത്തായി 11 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പിന്നെ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആയതുകൊണ്ട് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്ന് കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിച്ച് കർത്താവിനെ എല്ലാറ്റിലും ഉപരിയായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ദൈവിക സമാധാനവും സന്തോഷവും ലഭിക്കാൻ പറ്റുകയുള്ളൂ. സോറി ഗൈസ്, ഇതെന്താ മമ്മി ഈ സമയത്ത് വിളിക്കുന്നേ, ഇത്രയും നേരത്തെ? Jonah, man, I can't believe it, man. There's no way. I can't believe it. അപ്പച്ചടുത്ത് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചേ ഉള്ളൂ, and he was in all good spirits.
Man, Mummy just called and said Apacha had an attack this morning and he passed away. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്. What? What? Where were the others? ആരും ഇല്ലായിരുന്നു അപ്പച്ചൻ്റെ അടുത്ത്. How could this happen? Give me the phone, let me talk. എന്റെ പൊന്നു വല്യമ്മ, എന്തോ അവിടെ നടക്കുന്നേ? നിങ്ങൾക്കൊന്നും ഒരു ബോധമില്ലേ? നിങ്ങളെ അപ്പച്ചനെ ഏൽപ്പിച്ചോ, നമ്മളെ വേണം പറയാൻ. എന്റെ ദൈവം, എന്റെ അപ്പച്ചൻ. ജോന, ജേക്ക്, റിലാക്സ്. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കരയാതിരിക്കെ, വിഷമിക്കണ്ട. താൻ മിണ്ടാതിരടാ. തന്റെ അപ്പൂപ്പനൊന്നും അല്ലല്ലോ. അതിന് പിന്നെ താനാരാ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ കയറി വരാൻ? എന്റെ പൊന്നു ജയിക്ക്, there's no way he's gone, man. He's gone. മക്കളെ, നിങ്ങളൊന്ന് സമാധാനപ്പെടൂ. എനിക്കറിയാം നിങ്ങൾക്കിത് വളരെ വിഷമമാണെന്ന്. പക്ഷെ ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങളെ ഈ സങ്കടത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ അപ്പച്ചൻ ചാക്കോച്ചൻ ഇപ്പൊ എവിടെയാ? എന്റെ പൊന്നു പാസ്റ്ററെ, അപ്പച്ചനും ഇപ്പം മോർജറിയിലല്ലാതെ വേറെ എവിടാ? എന്തോ നിങ്ങൾ പറയുന്നേ? പുള്ളിക്കാരന്റെ ശരീരമല്ല, ആത്മാവ്. ആത്മാവ് എവിടെയാണെന്ന് ഉറപ്പുണ്ടോ? Of course in heaven. എവിടെ ആവാനാ പാസ്റ്ററെ? ഞാനൊരു കാര്യം പാസ്റ്ററിനോട് പറയാം. എനിക്കും ജയിക്കണമുണ്ടല്ലോ. ഞങ്ങളുടെ അപ്പച്ചനില്ലാത്തൊരു സ്വർഗം ഈ ലോകത്തിലില്ല. ഈ ലോകത്തിലല്ല, വേറെ എവിടെ അപ്പച്ചനില്ലാത്തൊരു സ്വർഗമില്ല. ശരിയാ ശരിയാ. യുനോ, ഞങ്ങളുടെ അപ്പച്ചൻ he gave to ministry. He built schools, churches പ്ലാൻ ചെയ്തു, ഓർഫനേജസ് സ്പോൺസർ ചെയ്തു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ദൈവം അപ്പച്ചനെ അനുഗ്രഹിച്ചു. ഈ അപ്പച്ചൻ സ്വർഗത്തിലല്ലെന്നാ നിങ്ങൾ പറയുന്നേ? കർത്താവ് നിങ്ങളുടെ അപ്പച്ചന്റെ ജീവിതത്തിൽ മൂലക്കല്ലായതുകൊണ്ടാണോ അപ്പച്ചൻ ഇതൊക്കെ ചെയ്തത്? അതോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടായിരുന്നോ? അത് രണ്ടും ആയാലോ? അതിന് കുഴപ്പമുണ്ടോ? അതിന് താനാരാ എൻ്റെ അപ്പച്ചൻ എവിടെ പോയെന്ന് പറയാൻ? മോനെ, ഞാൻ വെറും ഒരു സാധുവായ മനുഷ്യനാണ്. മോനോട് ഇതൊന്നും പറയാൻ ഞാൻ ലോകപരമായിട്ടൊന്നുമല്ല. മോന്റെ അപ്പച്ചൻ ജീവിച്ചത് ലോകപരമായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരവുമായിട്ടാണ്. പക്ഷേ ഒരിക്കലും മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി അല്ലായിരുന്നു മോന്റെ അപ്പച്ചൻ ജീവിച്ചിരുന്നത്. മോനും അപ്പച്ചനെ പോലെ ജീവിച്ചാൽ മോന്റെ കൊച്ചുമക്കളും മോനെ പോലെ അവരുടെ അപ്പച്ചൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നതെന്നോർത്ത് വിഷമിക്കേണ്ടി വരും. പാസ്റ്ററെ, അതെന്റെ അപ്പച്ചനാ. എന്തുവായാലും would he ever be in heaven, പാസ്റ്ററെ? എന്നോടൊന്ന് പറ പാസ്റ്ററെ. മക്കളെ, അത് ദൈവത്തിന്റെ കയ്യിലാ. പക്ഷെ ഇനി മുതൽ മക്കള് എങ്ങനെയാ ജീവിക്കുന്നേ, അത് മക്കളുടെ കയ്യിലാണ്. അതുകൊണ്ട് മക്കളെ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുക. എന്നാൽ നിങ്ങളുടെ ജീവിതവും ഒരു അനുഗ്രഹമായിരിക്കും. പാസ്റ്റർ പറഞ്ഞല്ലേ ശരിയാ. പാസ്റ്റർ, ഞങ്ങൾ നേരത്തെ പറഞ്ഞെല്ലാം സോറി കേട്ടോ. We didn't mean it. We were just angry, shocked and sad. ഞങ്ങൾ സോറി കേട്ടോ. പാസ്റ്ററെ, എൻ്റെ അപ്പച്ചൻ പോയി. എൻ്റെ ഓർമ്മയുള്ള കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ നോക്കുകയും എന്നെ എടുത്തോണ്ട് നടന്നതൊക്കെയാണ്. ഇപ്പോൾ അപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കുമ്പോൾ വല്ലാതൊരു വിഷമം. പക്ഷേ പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞതാ ശരി. എനിക്ക് യേശുവിന് എൻ്റെ ജീവിതത്തിൽ വേണം. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ മുഴുവൻ കുടുംബത്തിൽ പോലും എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. അതാ പാസ്റ്ററെ ഇനി എൻ്റെ ആഗ്രഹം. പാസ്റ്ററെ, ബെൻ, സെറ, നിങ്ങൾ പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞങ്ങളുടെ പപ്പന്മാരും മമ്മിമാരും ചാക്കോപ്പച്ചനൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്. പക്ഷെ ഇനിയും അങ്ങനെ ജീവിക്കാനല്ല ഞങ്ങൾക്ക് ആഗ്രഹം. പാസ്റ്ററെ, ഇനിയും വരുന്ന കാലം കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. Children, kids, are you all okay? I hope you have enjoyed your class. Oh, I see your parents are waiting outside. Make sure you take all your belongings, okay? And see you all next week. Ben, I hope you are okay. And Joanna, you too. And both of you, be careful as you leave. God bless you. See you next week.
ഓക്കെ മക്കളെ, ഞാൻ അടുത്ത ആഴ്ച ഈ സ്റ്റോറി പറഞ്ഞു തീർക്കാം കേട്ടോ. ബി സേഫ്. ബൈ. But Sarah auntie, I can't understand the end of the story. It doesn't make sense to me. എടി സെറ, എളുപ്പവാ, വീട്ടിൽ പോകാൻ സമയമായി, ക്ലാസ് കഴിഞ്ഞില്ലേ? ആ ചായ വരുവാ. അതെ, ഈ കഥ എൻ്റെ ജീവിത കഥയാണ്. Ben and I were raised on the word of God. My Lazarapachan did not have money, but he had God. His children, my parents, were rewarded for his faithfulness, but Christ was still their greatest reward. I pray that everyone is encouraged to live with Jesus, our foundation, Christ, our cornerstone.